അത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ആടിനെ പട്ടിയാക്കുന്ന ഒരു പ്രത്യേക സ്വഭാവം അതെല്ലാ കാലത്തും ഉള്ളതാണ്. ആ പ്രയോഗം ഇവിടെ വീണ്ടും എടുക്കുകയാണ്. ഇത് കണ്ണൂരിലും ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. കണ്ണൂരിൽ ഏറ്റവും അധികം ആളുകൾക്കെതിരായിട്ട് അക്രമം നടത്തിയതിനു ശേഷം RSSകാർ ആക്രമിച്ചു എന്ന് ആക്ഷേപിക്കുന്ന ആളുകളാണ് CPMകാർ. അത് തിരുവനന്തപുരത്ത് വീണ്ടും ഒരിക്കൽ കൂടി പ്രയോഗിച്ചതുകൊണ്ട് തിരുവനന്തപുരത്തെയും കേരളത്തിലെയും ജനങ്ങളെ വിഡ്ഢികളാക്കാൻ കഴിയില്ല എന്ന് അവർ ഇനിയെങ്കിലും തിരിച്ചറിയാം. പരസ്പരമല്ലല്ലോ. മേയറുടെ മുറിക്ക് പുറത്ത് അക്രമം അഴിച്ചുവിട്ട ആളുകളാണ് ഉത്തരവാദികൾ. കാരണം മാർക്സിസ്റ്റ് പാർട്ടി ഇതുപോലത്തെ അക്രമം നടത്തിയിട്ട് എന്താണ് മറുപടി പറയുക എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയല്ലോ. നവകേരള സദസ്സിന്റെ ഇടയിൽ നടന്ന പോലീസിന്റെ അക്രമങ്ങളെ രക്ഷാപ്രവർത്തനം എന്ന് വിശദീകരിച്ച് അതിനെ സംരക്ഷണം കൊടുത്ത ആളാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവ്. അവര് പറയുന്നതിന് എന്ത് വില കൊടുക്കും? ഡെപ്യൂട്ടി മേയർക്കാണ് നെഞ്ചത്തും ബാക്കിയുള്ള അവരുടെ ശരീരത്തിൽ ഉൾപ്പെടെ പരിക്കേട്. ഈ വനിതാ കൗൺസിലർക്ക് പരിക്ക് പറ്റിയത് എങ്ങനെയാണ്? അവരുടെ ഇടയിൽ നിന്ന് ആരെങ്കിലും ആക്രമിച്ചത് ഉന്നം തെറ്റിയിട്ട് അവരുടെ തലയിൽ വീണതാണോ എന്നുള്ളത് അന്വേഷിക്കണം. അതിന് ഉത്തരവാദിയായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൗൺസിലർമാരെ കടത്തണം. കൗൺസിലർമാരെന്തിനാ മേയറുടെ മുറിക്കേറി ആക്രമിക്കുന്നത്? LDFന്റെ പ്രതിഷേധം പുറത്തല്ലേ? മേയറിന്റെ ചേംബറിലാണ് പ്രതിഷേധം നടത്തുക. അങ്ങനെയാണോ? അവരെ പുറത്തല്ലേ ബോർഡ്? മേയറുടെ ചേംബറിനകത്ത് ആക്രമണമാണ്, പ്രതിഷേധം ആക്രമണമാണ്.